जो अपने आप को पढ़ सकता है वो दुनिया की कुछ भी चीज़ें सीख सकता है। नमस्कार दोस्तों, आप सभी को കോക്കനട്ട് ലേഡി ചാനൽ पर स्वागत है। നമസ്കാരം കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഗ്രാമർ സെക്ഷൻ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഞാനൊരു കുറച്ച് കാര്യങ്ങൾ പറയാം, അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കിയാലോ. ओके, सीता बहुत सुंदर लड़की है. सीता बहुत सुंदर लड़की है. सीता बहुत होशियार है. सीता के बाल बहुत घुंघरालू हैं. सीता के 2 भाई हैं. ഇങ്ങനെ ഞാൻ കുറച്ച് സെൻറ്റൻസുകൾ സീതയെക്കുറിച്ച് പറഞ്ഞു അല്ലേ. ഇപ്പോൾ ഇതിലെല്ലാം സീത 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 എന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ ഈ സീത എന്ന് പറയുന്ന ആരായിരിക്കും അറിയാമല്ലോ. യെസ്, നൗൺ എന്ന് പറയുന്ന അതാണ് സീത എന്ന് പറയുന്നത്, അതായത് നാമം, നൗൺ. അതിൽ ഹിന്ദിയിൽ എന്താ പറയുക, സജ്ഞ. സജ്ഞയാണ് സീത എന്ന് പറയുന്നത്. അതിപ്പം സീത മാത്രമല്ല, സജ്ഞ ക്യാ ഹോത്താ ഹൈ, സജ്ഞ എന്താണെന്നറിയോ, നൗൺ എന്താണെന്നറിയോ. അതെ, സജ്ഞ ഉസേ कहते हैं जो किसी व्यक्ति, वस्तु, स्थान, किसी का बोध हमें होता है, उसको हम സജ്ഞ कहते हैं. അതായത് ഏതെങ്കിലും വ്യക്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവോ എന്തെങ്കിലും ഒരു ഭാവമോ ഇതിനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സജ്ഞ അല്ലെങ്കിൽ നൗൺ എന്ന് നമ്മൾ വിളിക്കുന്നത് അല്ലേ. ഇപ്പം ഞാൻ സീതയെക്കുറിച്ച് കുറേ ലൈൻസ് പറഞ്ഞു. അപ്പോൾ ഇതിലെല്ലാം ഫസ്റ്റ് സജ്ഞ അല്ലെങ്കിൽ നൗൺ എന്ന് പറയുന്നത് സീതയാണ്. പക്ഷേ ഈ സീത റിപ്പീറ്റ് ചെയ്യുമ്പം എന്തോ ഒരു ഡിസ്കംഫോർട്ട് നമുക്ക് തോന്നും, ഒരു ഭംഗിയില്ലായ്മ അല്ലേ. ഒരാളെക്കുറിച്ചാണ് പറയുന്നത്, പക്ഷേ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ എങ്ങനെയാണ്, സീത വളരെ സുന്ദരിയാണ്, അവൾക്ക് 2 ചേട്ടന്മാരുണ്ട് അല്ലെ, അവളുടെ മുടി നല്ല ചുരുണ്ട മുടിയാണ്. അപ്പം നമ്മൾ ഉപയോഗിച്ചത് എന്താണ്, അവൾ, അവളുടെ, അങ്ങനെയുള്ള ശബ്ദം നമ്മൾ ഉപയോഗിച്ചു. उसके लिए भी हिंदी है ना. जैसे कि हम जानते हैं संज्ञा है तो सर्वनाम भी होगा है ना. संज्ञा क्या होता है ये हमने पता कर लिया, मैंने बता लिया कि संज्ञा क्या होता है. तो सर्वनाम क्या होता है, सर्वनाम वो चीज़ होती है, नहीं तो वो शब्द होते हैं जो संज्ञा के स्थान पर हम प्रयुक्त करते हैं. അതായത് സർവനാം എന്ന് പറയുന്നത് എന്താണ്, സംജ്ഞയുടെ സ്ഥാനത്ത് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് വേർഡ്സിനെയാണ് നമ്മൾ സർവനാം എന്ന് പറയുന്നത്. സർവനാം എന്നുള്ള ആ ഒരു വേർഡിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം എല്ലാത്തിനും പകരക്കാരമായ ഒരു നാമം, ഒരു പേര്, സർവനാം. सबके नाम पर हम इस नाम को जोड़ सकते हैं, सबके नाम के स्थान पर हम इस नाम को जोड़ सकते हैं, उसे हम क्या बोलते हैं, सर्वनाम बोलते हैं. अगर सर्वनाम की ओर जाए तो हम एग्जाम्पल के तौर पर पहले जैसे सीता की बात यानी संज्ञा की बात की थी, वैसे ही हम सर्वनाम की भी बात देखते हैं. അതായത് നമ്മൾ സീതയെ കുറിച്ച് സംജ്ഞ എന്ന രൂപത്തിൽ നമ്മൾ കുറച്ച് സെൻറ്റൻസുകൾ പറഞ്ഞു. ഇനി നമ്മൾ അതേ സെൻറ്റൻസുകൾ തിരിച്ച് പറയുകയാണ്. എങ്ങനെ വരും, സീത ബഹുത് സുന്ദർ ഹെ. ഫസ്റ്റ് സെൻറ്റൻസ് നമുക്ക് സീത എന്നുള്ള സംജ്ഞ ഉപയോഗിച്ച് തന്നെ പറയണം, ബിക്കോസ് നമ്മൾ ആരെക്കുറിച്ചാണ് പറയുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാവണമല്ലോ. സോ ഫസ്റ്റ് വി സി സീത ബഹുത് സുന്ദർ ഹെ എന്ന് നമ്മൾ പറയും. വഹ് ബഹുത് ഹോഷിയാർ ഹെ, അവൾ ഭയങ്കര ക്ലെവറാണ്. ഉസ്കെ ബാൽ ഘുംഘരാലു ഹെ, അവളുടെ മുടി ചുരുണ്ടതാണ്. ഉസ്കെ 2 ഭായി ഹെ, അവൾക്ക് 2 ചേട്ടന്മാരുണ്ട്. അപ്പം അവിടെ ഉപയോഗിച്ച് ഉസ്കെ, വഹ്, അങ്ങനെയുള്ള ശബ്ദം അതെല്ലാം എന്താണ്, സർവനാമാണ്. അതായത് സീത എന്ന സംജ്ഞയ്ക്ക് പകരമായിട്ട് നമ്മൾ ഉപയോഗിച്ച വേർഡുകളാണ് അല്ലേ. അതുപയോഗിച്ച് നമ്മൾ ആ സെൻറ്റൻസ് പറഞ്ഞപ്പോഴും നമുക്ക് മനസ്സിലായി हम किसके बारे में बता रहे थे, हम सीता के बारे में ही बता रहे हैं. पहले सेंटेंस में हमने बता दिया कि सीता बहुत सुंदर है, उसके बाद हम बता रहे हैं सीता बहुत होशियार है. उसके अलावा हम सीता के स्थान पर हमने ज्वाइन किया कौन से शब्द बताए कि वह बहुत होशियार है, वो बहुत होशियार है, അവൾ ഭയങ്കര ക്ലെവറാണ്. ഉസ്കെ ബാൽ ഘുംഘരാലു ഹെ, ഉസ്കെ അവളുടെ മുടി ചുരുണ്ടതാണ് എന്ന് പറഞ്ഞു. ഉസ്കെ, वह, उसकी उसे 2 भाई हैं,
അവൾക്ക് 2 ചേട്ടന്മാരുണ്ട്. ഉസേ 2 भाई हैं. അപ്പോൾ उसे, उसके, वह, ये सारे शब्द किसके तौर पर प्रयुक्त करते हैं? सर्वनाम के तौर पर हम प्रयुक्त करते हैं അല്ലേ? സർവനാം അതായത് സീത സജ്ഞ എന്ന ശബ്ദത്തിന് പകരമായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ വേർഡിങ്സ് ഉപയോഗിക്കുന്നത്. അതിനെ നമ്മൾ എന്താ പറയുന്നത്? സർവനാം എന്ന് പറയും അല്ലേ? ഇപ്പോൾ സജ്ഞ എന്താണെന്നും സർവനാം എന്താണെന്നും കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? उसके भेद के बारे में भी आप लोगों को समझ में आ गया. किस लिए हम ऐसे प्रयुक्त करते हैं, എന്തിനാണ് നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നത് എന്നുള്ളതും നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു അല്ലേ? അപ്പം ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ലാസ്റ്റ് സെക്ഷനിൽ നമ്മൾ മേര, മേരി, മുझे എന്നുള്ളതൊക്കെ പഠിച്ചു അല്ലേ? അപ്പോൾ ഈ മേര, മേരി എല്ലാ കുട്ടികൾക്കും ഞാനിത് പറയാൻ കാരണം കമൻറ്റ് സെക്ഷനിൽ ഒരാൾ പ്രത്യേകം കമൻറ്റ് ചെയ്തതുകൊണ്ടാണ് ഞാനതൊന്ന് ക്ലാരിഫൈ ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ ഈ മേര, മേരി ഞാനത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ അതിൻ്റെ ഡീപ്പായിട്ടുള്ള സെക്ഷനിലേക്ക് നമുക്ക് പോകണമെങ്കിൽ അത് ഡീപ്പ് ഗ്രാമറായിട്ട് നമ്മൾ പഠിക്കണം. അത് ഒറ്റ സെക്ഷനിൽ നമുക്ക് പറഞ്ഞു തീർക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഷോർട്ടൻ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞിരുന്നു മേര എന്ന് ഉപയോഗിക്കുന്നത് നമ്മൾ ഏകവചൻ പുല്ലിംഗിലും മേരി എന്ന് ഉപയോഗിക്കുന്നത് ഏകവചൻ സ്ത്രീലിംഗത്തിലും പിന്നെ മേരെ എന്നുപയോഗിക്കുന്നത് എപ്പോഴാണ്? ബഹുവചനത്തിലും ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ അവിടെയും കൺഫ്യൂഷൻ എന്താ വരുന്നതെന്ന് വെച്ചാൽ ഞാൻ സ്ത്രീലിംഗാണ്, പക്ഷെ ഞാൻ ഉപയോഗിക്കുമ്പോൾ മേരി എന്നുപയോഗിക്കാതെ മേര ദോസ്ത്, ഈ മേര ദോസ്ത് ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ വരിക? മേര ദോസ്ത് എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ ഒരു മെയിൽ ഫ്രണ്ടിനെയാണ്. ഓക്കെ, ഏകവചൻ ഒരു ഫ്രണ്ട്, ഒരു മെയിൽ ഫ്രണ്ടിനെയാണ് മേര ദോസ്ത് എന്നുള്ളതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇൻ കേസ് ഞാൻ അവിടെ മേരി, ഈ മേരി ദോസ്ത് ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞാൻ എൻ്റെ ഒരു ഫീമെയിൽ ഫ്രണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. അതുമല്ല ഞാൻ അവിടെ ഈ മേരെ ദോസ്ത് ഹെ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പറയുന്നതെങ്കിൽ അവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്, അവിടെ ഞാൻ സ്പെസിഫൈ ചെയ്തൊരു ഫീമെയിലിനെയോ മെയിലിനെയോ പറയുന്നില്ല, അല്ലെ അവർ 2 പേരെ ഉദ്ദേശിച്ചിട്ടാണ്. അവർ 2 പേരും ഉണ്ടെങ്കിലോ സ്പെസിഫൈ ചെയ്ത ഒരാളെ ഞാൻ പറയുന്നില്ല, ഒരു ഇത് പറയുന്നില്ല, മെയിലാണെന്നോ ഫീമെയിൽ ആണെന്നോ പറയുന്നില്ല. അവിടെ ബഹുവചനാണ്, ഒന്നിൽ കൂടുതൽ ഫ്രണ്ട്സ് ഉണ്ടാവും, അത് മെയിലും ആവാം ഫീമെയിലും ആവാം. അതിനാണ് ഞാൻ മേരെ ദോസ്ത് എന്നുപയോഗിക്കുക. ഇതിന് ഞാൻ ഡീപ്പൻ ചെയ്ത് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഒരു എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ സജ്ഞ എന്താണെന്ന് പഠിച്ചു अल्ले हमने सीखा कि संज्ञा क्या होता है. संज्ञा के भी 3 भेद, बेसिकली 3 भेद होते हैं, जैसे कि व्यक्तिवाचक संज्ञा, जातिवाचक संज्ञा और भाववाचक संज्ञा है ना. इनके भी और 2 भेद होते हैं, वो है समूहवाचक और द्रव्यवाचक. ये सारी बातें अगर हमें बाय हार्ट हुए तो ही मैं ज़्यादा तौर पर इसके एक्सप्लेनेशन दे सकूँगी. इसलिए मैं एक सेक्शन में ज़रूर मैं आपको ये सारी बातें बताऊँगी. ഉറപ്പായിട്ടും ഞാൻ ഈ ഒരു സംജ്ഞയുടെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നിങ്ങൾക്കായിട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇപ്പം നിങ്ങളുടെ ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ മേരെ ദോസ്ത്, മേരി ദോസ്ത്, മേരാ ദോസ്ത് എന്നതിലൂടെ ആ ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് ആ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയെന്ന് വിശ്വസിച്ചുകൊണ്ട് അഗ്ലേ വീഡിയോ में मिलते हैं. टिल देन बाय बाय.